ഹേ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് പോവുകയാണ് ഗായ്സ്. ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് പോവുകയാണ് ഗായ്സ്. എവിടെയാണെന്ന് വെച്ചാൽ ഗോവയിലേക്കാണ്. ഞങ്ങളെല്ലാവരും ഫാമിലി ട്രിപ്പാണ് ഗായ്സ്. ഞങ്ങൾ മാത്രമല്ല, കുറേ പേരുണ്ട് ഗായ്സ്. അപ്പം ഇത് ഓണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ മുറ്റത്ത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഗോവയിൽ പോവാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ കസിൻസല്ലേ, ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പം അവരെ കാത്തിക്കാണ് ഞങ്ങൾ. അപ്പം ഇതൊക്കെ എൻ്റെ കസിൻസാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഒരു 30 സംതിങ് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പിന്. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണ് ഗൈസ്. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. നമ്മളിപ്പം എല്ലാവരെയും കാത്തുകാണ്. നമ്മളിപ്പം ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പം നമ്മൾ അവരൊക്കെ ഒന്ന് കാത്തുക്കാണ്. ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു. എല്ലാവരും കാറിൽ കയറി. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങളൊരാളെ കണ്ടു ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ് അതാരാണെന്ന്? അത് ഗൈസ് സിത്താരയാണ് ഗൈസ്. പാട്ടുകാരി സിത്താര കൃഷ്ണകുമാറാണ് ഗൈസ് അത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായി. പിന്നെ മാസ്ക് ഒന്ന് താത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു BMW കാറിലൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ഏത് വലിയ കാറ് കണ്ടാലും അത് ആരാന്ന് നോക്കുക. അമ്മയ്ക്ക് ആരാന്നമ്മ നോക്കുക, അത് ആരാ അതിൻ്റെ അകത്തുള്ളതെന്ന്. അപ്പം അമ്മ ഇതേപോലൊരു BMW വലിയ കാറ് കണ്ടപ്പോൾ അമ്മ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അമ്മയാണ് ഗൈസ് അത് കണ്ടത്. അപ്പം അമ്മ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും കാണിച്ചു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറി. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഏരിയ ഫുൾ ഞങ്ങളെ കമ്പാർട്ട്മെൻറ്റാണ് ഗൈസ്. ഈ ട്രെയിനിൽ പകുതിയോളം ഞങ്ങൾ ആൾക്കാരാണ് തോന്നുന്നു ഗൈസ്. അത്ര ആൾക്കാരുണ്ട് ഞങ്ങൾ. അപ്പം ഇപ്പം ഞങ്ങൾ AC ആണ് ഗൈസ് ബുക്ക് ചെയ്തത്. എല്ലാവരും AC-യിലാണ്. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം കുട്ടികളെല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റിൽ, ബാക്കി എല്ലാവരും വേറെ കമ്പാർട്ട്മെൻറ്റ്, അങ്ങനെയാക്കി ഗൈസ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും വേറെ സ്ഥലത്തായിട്ട് ഇനി ഞങ്ങൾ കാണാൻ ചാൻസ് ഭയങ്കര കുറവാണ് ഗൈസ്. അമ്മ വേറെ സ്ഥലത്ത്, ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇരിക്കായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങൾ ട്രിപ്പ് കോർഡിനേറ്റർ. ഞങ്ങൾ ബസ്സിലാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ട്രിപ്പ് കോർഡിനേറ്റർ. ഇതാണ് ബസ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളെ റൂം ഗൈസ്. ഇപ്പം ഞങ്ങൾക്ക് 5 റൂമാണ് തന്നത്. കാരണം ഇതൊരു പുലർച്ചെ ഒരു 4-4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇപ്പം ഒരു 5 മുറിയായിരുന്നു ഗൈസ്. 5 മുറിയായിരുന്നു ഞങ്ങൾക്ക് ആദ്യം തന്നത്. എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയി. ഇത് നെച്ചു ആണ് ഗൈസ്. സോറി ഗൈസ്, നെച്ചു ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളെ റൂം. ഇതാണ് ഹോട്ടല്. അപ്പം താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്. രാവിലെ 8 മണിക്കാണ് അത് തുറക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കുളിച്ച് വന്നു ഗൈസ്. എല്ലാവരും മാറ്റി കുളിച്ച് വന്നു. അപ്പം അമ്മ ആദ്യമേ കുളിച്ച് വന്ന് സെറ്റായി താഴെ ഞങ്ങളെ കാത്ത് നിൽക്കായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇത് ഞങ്ങൾക്ക് ഇവിടെ കുറേ ഫുഡുണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏത് ഫുഡ് വേണേൽ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ കുറേ ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചപ്പാത്തി പൂരി ആയിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് പൂരിയായിരുന്നു. പൂരിയും ബാജിക്കറിയായിരുന്നു ഉള്ളത്. അപ്പോൾ ഞാൻ അത് രണ്ടും എടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നത് ഇത് ഡേ 1 ആണ് ഗൈസ്. ഈ ഡേ 1 ഫുള്ള് ഞങ്ങൾ ബീച്ചിലേക്കാണ് ഗൈസ് പോകുന്നത്. ഫുൾ ബീച്ചാണ് ഗൈസ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇനി കടയില്ല ഗൈസ്. ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഫുൾ കറങ്ങി നടക്കേന്. അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ഞാൻ പോയിട്ട് തന്നെ ഇല്ല. ഇവരിങ്ങനെ ഫോട്ടോ എടുക്കുക, നടക്കുക, അതൊക്കെയായിരുന്നു ഇവരെ പണി. ഞങ്ങൾ കസിൻസ് എല്ലാവരും ചിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെയാണ് ഇറങ്ങിയത്. രാവിലെ തന്നെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. നല്ല വെയിലുണ്ട്. സൺസ്ക്രീം എടുക്കാണ്ട് ആരും ഗോവയിൽ വരണ്ട. ഞാൻ ആദ്യം പറയും, നട്ടപ്പൊരു വെയിലാണ് ഗൈസ് അവിടെ. അപ്പം ഞാൻ സൺസ്ക്രീമൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങിയത്.
അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നൊരു ബീച്ചിലേക്കാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഫുൾ ബീച്ചാണ് ഗൈസ്. അപ്പം അമ്മ അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ കണ്ടിട്ട് പോകുന്നില്ല ഗൈസ്. ഞാൻ ഫ്രണ്ടിൽ നടന്നു പോയി. ഞാൻ അമ്മേനും പപ്പനും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗൈസ്. ഞാൻ ഫുൾ നടന്നു പോയി. അപ്പം ഇവിടെ അവിടെ നിന്ന് കുറേ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബീച്ച് എത്തി. ഇതാണ് ഞങ്ങളുടെ ബീച്ച്, വാഗത്തൂർ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ കളിക്കാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ലാസ്റ്റ് പോകുന്ന ബീച്ചിൽ നിന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് വെള്ളത്തിൽ കളിക്കാനാണ് വിചാരിച്ചത്. ഇപ്പം ഞങ്ങൾ കാലിലിട്ട് കളിക്കും. ലാസ്റ്റ് ബീച്ചിൽ ഞങ്ങൾക്ക് മേലൊക്കെ ഫുള്ളൊക്കെ ഒന്ന് നനഞ്ഞ് കുളിച്ച് കളിക്കാൻ ലാസ്റ്റ് ബീച്ചിൽ കളിക്കാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ ഈ നനഞ്ഞോണ്ട് തന്നെ വേറെ ബീച്ചിൽ പോകണമല്ലോ, അത് വേണ്ട വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാക്കി. അപ്പോൾ ഞങ്ങൾ ആ ഒരു തീരുമാനിച്ചു. അപ്പോൾ അതാണ് ഗൈസ് ബീച്ച്. ഇവിടെ ഇതാണ് പപ്പ ഉണ്ടോ ഗൈസ്, അതാണ് പപ്പ. ഇതെന്തോ അമ്പലം പോലെ, അമ്പലമല്ല, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ കടലിൻ്റെ അവിടെ ചോദ്യനീതിയ കടലമ്മ മായ്ക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഞാനൊക്കെ അവിടെ ഇരുന്ന് എഴുതായിരുന്നു ഗൈസ്. ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ എഴുതായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഗൈസ്. പപ്പാന്ന് ഞാനാണെങ്കിൽ എൻ്റെ പാൻറ് ഒരു പ്രാവശ്യം അടിഭാഗം നനഞ്ഞു ഗൈസ്. അതിനോട് ഞാൻ പാൻറ് പൊന്തിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത ബീച്ച് എത്തി. ഇതാണ് ഞങ്ങളങ്ങനെ അടുത്ത ബീച്ചിലേക്ക് വന്നു. ഇവിടെയും നല്ല വെയിലാണ് ഗൈസ്, എല്ലായിടത്തും നല്ല വെയിലാണ്. അപ്പം ഇതാണ് ശ്രീയ ഗൈസ്, ശ്രീയ, നെറ്റു, ഞങ്ങൾ 3 പേരുണ്ട്. ബാക്കി എല്ലാവരും വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഞങ്ങൾ വേഗം നടക്കുകയാണ് ഗൈസ്. എന്താ നല്ല വെയിലായതുകൊണ്ട് അപ്പം ഞങ്ങൾ വേഗം തണലിലോട്ട് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം നടക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് അഞ്ജുന ബീച്ച്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണുമ്പോൾ നല്ല വ്യൂ അല്ലേ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീല വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എത്തും താഴത്തേക്ക് ഇറങ്ങി പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ നമുക്ക് പോകാം. അതിൻ്റെ താഴോട്ടേക്ക് ഡേഞ്ചർ ആണെന്ന് കാണിച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ അവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ അവിടേക്ക് പോകും. അപ്പം അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ. ഞാനവിടെ ഫ്രണ്ടിൽ പോകുന്നത് ഗൈസ്. ഞങ്ങൾ വേഗം ഓടും ഗൈസ്, ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊന്നില്ല. അപ്പം അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ആ ബീച്ചിൽ കുറേ പേര് മീനൊക്കെ പിടിക്കും. പിന്നെ നമുക്കങ്ങോട്ട് പോകാൻ ഡേഞ്ചർ എന്നാണ് കാണിച്ചത്, പക്ഷെ എന്നാലും അവിടെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഇതൊരു ഫേമസ് ബീച്ചാണ് ഗൈസ്, ഒരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഗൈസ്. അത് കണ്ടോ ഗൈസ്, അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ബീച്ച് ഈ കരേൻ്റെ അവിടേക്ക് ഒരു റെഡ് കളറും അപ്പുറത്തോട്ടേക്ക് ഒരു ബ്ലൂ കളറുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഗൈസ്. അത് എന്താണ്, അത് എന്തോ ആ ഒരു കാര്യങ്ങൾ എന്തോ മണ്ണ് വെള്ളം കലങ്ങിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. അപ്പം ഇതിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാൻ കുറച്ചുണ്ട് ഗൈസ്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്, അടിപൊളി വ്യൂ ആണ് ഗൈസ് അവിടെ. അപ്പം കണ്ടോ ഗൈസ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി എനിക്ക് മനസ്സിലായി ഗൈസ്. ഈ കരേൻ്റെ അവിടേക്ക് ഒരു റെഡ് കളറും അവിടേക്ക് കുറച്ച് അപ്പുറത്തേക്ക് ഭയങ്കര നീല കളറുമായിട്ടാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ റെഡ് മീൻസ് ഡാർക്ക് റെഡല്ല, ഒരു ചെറുതായിട്ടൊരു റെഡ് അവിടേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ വ്യൂ കണ്ട കേസ് അവിടെ മീൻ പിടിക്കുന്നത് ആൾക്കാർ. അപ്പം എൻ്റെ ഒരു വെളിച്ചനൊക്കെ അവരുടെ അടുത്തിപ്പോൾ കണ്ട് ശ്രദ്ധിച്ച കേസുകൾ ചോപ്പാണ്. എൻ്റെ ഒരു വെളിച്ചാണ് മീൻ പിടിച്ച് ഓരോ ഇന്ന് വാങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തത് ബാഗ ബീച്ചിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൈസ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്താ വെച്ചാൽ നട്ടപ്പൊരി വെയിലാണ്, ഞങ്ങൾ വേഗം ഓടി കഴിച്ചിലായിരുന്നു ഗൈസ്. ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം വന്നു. ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്, വീഡിയോ ക്ലിപ്പ് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ബാഗ ബീച്ചിൽ വന്നതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പാപ്പതാണ് ഗൈസ്. ഇതിൻ്റെ വെള്ളത്തിൽ ഈ ബീച്ചിലാണ് ഞങ്ങൾ കളിക്കുന്നത്. വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ബീച്ചിലാണ്. പിന്നെ അപ്പം എന്നോട് പറയുകയാണ് ചെരുപ്പ് ഊരി വെച്ചോ എന്നിട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ട് ഇന്നെ വെള്ളത്തിൽ മുക്കാനാണ് ഗൈസ്. ഞാൻ വരില്ല. പിന്നെ അവിടെ ഇരുത്താൻ നോക്കിയതാണ്, വെള്ളത്തിൽ ഇരുത്താൻ നോക്കിയാണ്, ഞാൻ ഇരുന്നില്ല ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെ ഓടി കഴിച്ചില്ലായതാണ് ഗൈസ്. അപ്പം ഞങ്ങളോട് ഇങ്ങോട്ട് വാ എന്ന് അറിയുന്നുണ്ട്. ഞാൻ ഒന്നും മുക്കൂല ഇതാ ആ ചെറുതിനെ നെച്ചുവിനെ പിടിക്കുക നോക്കി. അപ്പോൾ ഞങ്ങൾ രണ്ടാം വഴി ഓടി ഗൈസ്. എന്താ വെച്ചാൽ ഞങ്ങൾ നെച്ചുവിനെ അവസാനം പിടിച്ച് ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ നെച്ചു അവിടുന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിയിരുന്നു. അപ്പം
അപ്പം എന്താ അവൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങി. നെച്ചും ഇതും സെയിം ആയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിയത്. ഒരു 2 പേരും ഇരട്ടക്കുട്ടികളെ പോലെ ഉണ്ട്, പക്ഷെ അവരുടെ ഇരട്ടക്കുട്ടികളല്ല. അപ്പം ശ്രീയത അവിടെ ഉണ്ട്. അപ്പം നെച്ചുവിൻ്റെ ഏച്ചിയായിരുന്നു നേരത്തെ കണ്ടത്. ഇതൊക്കെയാണ് ഞങ്ങളൊരു 5 പേരാണ് കുട്ടികളായിട്ടുള്ളത്. ബാക്കിയൊക്കെ പപ്പന്മാരും ഏട്ടന്മാരൊക്കെയാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഈ ഒരു ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ കളിക്കുന്നത്, വെള്ളത്തിലൊക്കെ കളിക്കുന്നത് ഈ ഒരു ബീച്ചിൽ നിന്നാണ്. ഈ ഒരു ബീച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, പേര് ഞാൻ മറന്നുപോയി. ഇതൊരു ബാഗ ബീച്ചിൻ്റെ ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല ഗൈസ്. അമ്മ അപ്പോഴത്തേക്ക് മദാമേനെ പോലെ ഒരു ഷാളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴുത്ത് കെട്ടി വെച്ചിട്ടുണ്ട്, വെയിലായതുകൊണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ചു. ഞാനാണെങ്കിൽ നനഞ്ഞ് കിടക്കുക കേസ്, നനഞ്ഞ് കിടക്കുകയാണ് കേസ് ഞാൻ വല്ലാണ്ട്. അപ്പം ഇത് നൈറ്റ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഒരു 7:30 ആകുമ്പം 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങളോട് റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കാൻ പോയാൽ. അപ്പം ഞാൻ എന്താ റെഡിയായി, എല്ലാവരും റെഡിയായി ബസ് വരാൻ കാത്തിക്കാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ലാസ്റ്റ് ബാഗ ബീച്ചിൽ പോകും. ബാഗ ബീച്ചിൽ ഞങ്ങൾ വേറൊരു ബീച്ചിലും കൂടി ഇന്ന് പോകുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല ഗൈസ്. ഇന്ന് അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്, എന്തോ പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഗണേശ ഭഗവാന്റെ എന്തോ ഒരു പരിപാടിയാണ് ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതിനോട് ഭയങ്കര ബ്ലോക്കായി, ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ ഉച്ചയ്ക്കൊക്കെ കഴിച്ചു കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അവിടെ തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകാൻ ഈ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഗൈസ്. അപ്പം ഇനി രാത്രി ഞങ്ങൾക്ക് ബാഗ ബീച്ചിൽ വേണേൽ പോകാം, അവിടെ പാർട്ടിയൊക്കെയാണ് രാത്രി ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പം ഫുഡും ഇന്ന് എല്ലാ സമയത്തും കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തത് ഫ്രൈഡ് റൈസും ചിക്കനുമാണ്. അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് കണ്ടപ്പോൾ അതാണ് എടുത്തത്, അതും ചിക്കനും. വേറെ ഉണ്ടായിരുന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടില്ലേ ഗൈസ്. അപ്പം ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡ് കഴിച്ച് ഇനി നൈറ്റ് ഞാൻ പറഞ്ഞ ഗൈസ്, നൈറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടായിന്. ഈ പരിപാടിയിൽ കുട്ടികളാരും പോയിട്ടില്ല ഗൈസ്. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുകയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ ഇത് കപ്പിൾസായിട്ടാണ് ഇവർ പോയത്. അപ്പം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പം ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഉണ്ട്, ഇവിടെ പബ്ബൊക്കെ ഉണ്ടായിരുന്നു. പബ്ബിലേക്ക് അങ്ങനെ ആരും വരെ കയറിയില്ല. ഞങ്ങൾ വേഗം റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനോണ്ട് ഈ ഒരു വീഡിയോ തീരെയാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ എന്തായാലും ഒരു പാർട്ട് 2 ഉണ്ട് ഗൈസ്, Day 2 ഇറങ്ങും. അപ്പം ആ ഒരു വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ഗൈസ് ഓക്കെ, ബൈ ഗൈസ്, ബൈ.